നടിയെ ആക്രമിച്ച കേസിലെ വിധി പ്രഖ്യാപിച്ചതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് കേസിന്റെ തുടർ നടപടികളെക്കാൾ പഴയ കാര്യങ്ങളാണ്. വിചാരണ വേളയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ചില തെളിവുകൾ കേസിൽ നിർണായകമായി മാറിയിട്ടുണ്ട്. അത്തരത്തിൽ പ്രോസിക്യൂഷൻ സാക്ഷിയായിരുന്ന ദിലീപിന്റെ സഹോദരൻ അനൂപും അഭിഭാഷകനും തമ്മിലുള്ള സംഭാഷണം ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു തെളിവായിരുന്നു. അനൂപും അഭിഭാഷകനും തമ്മിലുള്ള സംഭാഷണം ഇങ്ങനെയാണ്: നടിയെ ആക്രമിച്ച കേസിൽ എങ്ങനെ കോടതിക്ക് മുൻപാകെ മൊഴി നൽകണമെന്ന് ദിലീപിന്റെ സഹോദരൻ അനൂപിനെ അഭിഭാഷകൻ പറഞ്ഞു പഠിപ്പിക്കുന്നതിന്റെ ശബ്ദരേഖയാണ് പുറത്തുവന്നത്. നടിയെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷൻ സാക്ഷിയായിരുന്നു അനൂപ്. നടിയെ ആക്രമിച്ച കേസിന്റെ വിസ്താരവേളയിൽ എങ്ങനെ മൊഴി നൽകണമെന്നാണ് അഭിഭാഷകൻ അനൂപിനെ പഠിപ്പിച്ചത്. ഇത് കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. കേസിനെ അട്ടിമറിക്കുവാനും സാക്ഷികളെ സ്വാധീനിക്കുവാനും ദിലീപിന്റെ ഭാഗത്തു നിന്നും ഏതൊക്കെ വിധത്തിലുള്ള ശ്രമം ഉണ്ടായി എന്ന് സ്ഥാപിക്കുവാനാണ് പ്രോസിക്യൂഷൻ ഇതിലൂടെ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ പ്രോസിക്യൂഷന്റെ ശക്തമായ തെളിവുകളിൽ ഒന്നായി ഇത് മാറി. ദിലീപിന് ശത്രുക്കൾ ഒരുപാടുണ്ടെന്ന് കോടതിയിൽ പറയണം. ശ്രീകുമാർ മേനോനും ലിബർട്ടി ബഷീറും ദിലീപിന്റെ ശത്രുക്കളാണെന്നും പറയണം. ശ്രീകുമാർ മേനോനും മഞ്ജു വാര്യരും തമ്മിൽ അടുപ്പമുണ്ട് എന്ന കാര്യവും സൂചിപ്പിക്കണം. ഗുരുവായൂരിലെ ഡാൻസ് പ്രോഗ്രാമിന്റെ പേരിൽ വീട്ടിൽ വഴക്കുണ്ടായെന്ന് പറയണമെന്നും അഭിഭാഷകൻ അനൂപിനോട് പറയുന്നത് ഓഡിയോ ക്ലിപ്പുകളിൽ വ്യക്തമായിരുന്നു. മഞ്ജുവും ദിലീപും തമ്മിൽ നൃത്തപരിപാടികളുടെ പേരിൽ വഴക്ക് പതിവായിരുന്നുവെന്നും മഞ്ജു മദ്യപിക്കുമെന്നും കോടതിയിൽ പറയണമെന്ന് അഭിഭാഷകൻ അനൂപിനെ പഠിപ്പിക്കുന്നത് ശബ്ദരേഖയിൽ വ്യക്തമാണ്. കഴിഞ്ഞ 10 വർഷത്തോളമായി ദിലീപ് മദ്യപാനം ഒഴിവാക്കിയിട്ടെന്നും ദിലീപ് മദ്യപിക്കാറില്ലെന്ന് പറയണമെന്നും അഭിഭാഷകൻ അനൂപിനെ ചട്ടം കെട്ടി. ചാലക്കുടിയിൽ ദിലീപിന്റെ തിയേറ്റർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ സംബന്ധിച്ചും അഭിഭാഷകൻ ഓഡിയോ ക്ലിപ്പിൽ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇത് കൃത്യമായി എന്തിനെ കുറിച്ചാണെന്ന് വ്യക്തമല്ല. മറ്റൊന്ന് ഡ്രൈവർ അപ്പുണ്ണിയെ കുറിച്ചാണ്. അപ്പുണ്ണി ദിലീപിന്റെ സന്തത സഹചാരിയല്ല എന്ന നിലപാടെടുക്കണമെന്നാണ് അനൂപിനോട് അഭിഭാഷകൻ ആവശ്യപ്പെട്ടത്. അതേസമയം ദിലീപ് സാക്ഷികളെ സ്വാധീനിക്കുന്നു എന്ന് തെളിയിക്കുവാനാണ് ഈ ഓഡിയോ സന്ദേശം പ്രോസിക്യൂഷൻ ഉപയോഗിച്ചത്. കേസിൽ 20-ലധികം സാക്ഷികൾ കൂറുമാറിയിരുന്നു. ഈ സാക്ഷികളെല്ലാം സിനിമാ മേഖലയിലുള്ളവരാണ്. ഇവരെല്ലാം കൂറുമാറിയത് ദിലീപിന്റെ സ്വാധീനത്താലാണെന്നാണ് പ്രോസിക്യൂഷന്റെ ആരോപണം. ഇതിന്റെ ഉദാഹരണമായിട്ടാണ് ഈ ശബ്ദരേഖ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. വാദം നടക്കുന്നതിനിടയിൽ കൂറുമാറിയിരിക്കുന്ന സാക്ഷികളിൽ ഒരാളായിരുന്നു ദിലീപിന്റെ സഹോദരനും. ദിലീപിന്റെ സഹോദരൻ കാവ്യ മാധവന്റെ സ്ഥാപനത്തിലെ ജോലിക്കാരൻ, ഡ്രൈവർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളാണ് കേസ് വിസ്താര വേളയിൽ ഈ കേസിൽ നിന്നും മൊഴി മാറ്റി കൂറുമാറിയത്. ഈ കൂറുമാറിയവരുടെ ഒന്നും മൊഴികൾ ഒരു തരത്തിലും കേസിനെ ബാധിക്കുന്നില്ല എന്നാണ് പ്രോസിക്യൂഷന്റെ നിലപാടെങ്കിലും